കുമ്പിടി എണ്ണ ചൂടായോ? ചൂടാണ് ആശാനെ. ആശാനെന്ന് പൊളിക്കും. എന്തോന്ന്? ഒഴിയണ്ടേ? തലയിരിക്കുമ്പോ വാലുഴിയണ്ട. നീ പുറത്ത്, ഞാൻ ഉഴിഞ്ഞോളാം. ഓ ആശാനെ. ഈശ്വര, ഞാൻ ഇതെവിടുന്ന് തുടങ്ങും? Is it traditional massage? Yes, very very traditional. അമ്മേ, ആശാനെ. Stupid pervert! ചെറുതോണി ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടും. മന്ത്രി ഐപ്പ് കല്ലറയ്ക്ക് ഒരു വികസനം വരുമല്ലോ. കോൾ അടിച്ചല്ലോ. ഇനി ഒഴിച്ചിലും പിടിച്ചിലൊക്കെ ഇഷ്ടം പോലെയല്ലേ? ഓ ഇപ്പൊ കിട്ടുന്നത് തന്നെ മതി. എന്ത് പറ്റി വൈദ്യരെ? ഒരെണ്ണമിഴക്കം കൊണ്ട് പറ്റിയതാ. തങ്കപ്പേട്ട, ഒരു ചൂട് ചായ. എടാ, ഒരു ചൂട് ചായ എടുത്തേ. കൊല്ലം പുറത്താണ്, ഒരു തെണ്ടിയില്ലേ? എന്റെ ഈശോയെ, ഇതാരായി വന്നേക്കുന്നെ? How are you, my dear sister? എടാ സെബാനെ, നീ എപ്പോ വന്നടാ? ദേ വരുന്ന വഴിയാണ് നേരം കിടാ പോന്നെ. കോശാനകത്തുണ്ട്, ഉറങ്ങുവാ. നീ കേറിയിരിക്കും, ഞാൻ വിളിക്കാം. ഓ എന്നാത്തിനാ ഇത് എന്നതാടാ ഇതൊക്കെ? ഇതൊക്കെ അങ്ങേരി കൊടുത്തു. എടാ അങ്ങേരുണ്ടല്ലോ, നിന്റെ കാര്യം പറയാത്ത ദിവസമില്ല. ഓ എല്ലാ ദിവസവും പറയും. ഒരാള് ലെവലിലായി കഴിഞ്ഞാ പിന്നെ എല്ലാ ദിവസവും. എനിക്ക് മേല. ചേച്ചി കാത്തുകൊണ്ട് നീ കേറിയിരിക്കും. ആ ശരി. അതെ, ബാക്കി സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് പോക്കൂ. അപ്പൊ അടുത്ത പ്രാർത്ഥനയൊക്കെ കാണാം. പ്രൈസ് ലോർഡ്. ആയിക്കോട്ടെ. ഒന്ന് എഴുന്നേറ്റേ. ഇതെന്നാ മനുഷ്യ ഇത്? അതെ, ഒന്ന് എഴുന്നേറ്റേ. ഇതെന്നാ പറ്റിയേ? എന്നതാ? ഞാനൊരു സ്വപ്നം കണ്ടു. എന്നാ സ്വപ്നം? നമ്മൾ രണ്ടാളും കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് അപ്പൊ ആ ഡാം തുറന്നു വിട്ടു. ഞാൻ നോക്കുമ്പോ, ശബ്ദം കേട്ട് നോക്കുമ്പോ റോഡിൽ കൂടി വെള്ളം വലിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക. പേടിച്ചുപോയി. മനുഷ്യ, സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ട്, എന്റെ അനിയൻ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് വാ. വാ. ഈശോയെ, ഡാം പൊട്ടിയാ മതിയായിരുന്നു. എന്നെ ഒരു പിരിയ. ഹായ് പ്രിയ. ജസ്റ്റ് ഒരു 5 minutes ആയി. എവിടെയായിരുന്നു ഇതുവരെ? ഒരു വേൾഡ് ടൂറിലായിരുന്നു. ആത്മീയ ചാനൽ എന്നെ കാണാറില്ലേ? ഇവിടെ കസ്തൂരിമാനും സീതാ കല്യാണമൊക്കെ കഴിയുമ്പോ ഉറക്കാവും. പിന്നെ ഈ അച്ഛന്മാരുടെ പരിപാടിയൊക്കെ ആര് കാണാനാ? അച്ഛന്മാരങ്ങനെ ബലോർച്ച കണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ഈ വാലന്റൈൻസ് ഡേ വരെ ഉണ്ടാക്കിയ ഒരു അച്ഛനാ. അറിയോ? പ്രിയക്കറിയോ? സത്യത്തിൽ ഈ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നത് പ്രിയെ കാണാൻ വേണ്ടി മാത്രമാണ്. ചേട്ടൻ ലീനു വന്നിട്ടുണ്ട്. തന്റെ ചേട്ടൻ പോലീസാണോ പട്ടാളാണോ കള്ളനാണോ നോക്കിയിട്ടില്ല ഞാൻ തന്നെ പ്രേമിക്കാൻ തുടങ്ങിയത്. ഐ ലവ് യു. എന്താ? ഐ ലവ് യു. പോലെ പട്ടാളം. പറമ്പിലൊക്കെ നല്ല വിളവുണ്ടല്ലോ ചായ. സെബാളിയൻ വന്ന ഉടനെ കൃഷി തുടങ്ങിയല്ലേ? അതെ, അവളുടെ ചേട്ടനൊരു പട്ടാളക്കാരനാ. ചേച്ചി ചെരുപ്പടിച്ചിട്ട് പോടാ. അന്നാമേ, ഇടി അന്നാമേ. എന്നാ ചായ? അവളെന്തിയടി? പ്രിയയോ? ആ, അവളകത്തുണ്ട്. എന്നാ കാര്യം? അവളോട് പറഞ്ഞേക്ക് ഇനി മേലാൽ അങ്ങനെ കുട്ടിച്ചാത്തനോട് വർത്താനം പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടാ അടിച്ചവളുടെ കാരണം പിടിക്കുന്നു കേട്ടോ. ഏത് കുട്ടിച്ചാത്തൻ? ആ സെബാൻ, മേരി ചേച്ചിയുടെ ആങ്ങളാ. ഇതിപ്പോ എവിടെന്ന് അവതരിച്ചു? എനിക്കറിയോ. മനസ്സമാധാനം പോയി. അല്ല
അല്ല അങ്കിള് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാരും ഫ്രീ ആയിട്ട് തന്നാണോ? ഇതൊക്കെ എന്ത് ലോസ് ആഞ്ചലസ് സ്പീച്ച് കിട്ടിയ സാധനങ്ങൾ കൊണ്ടുവരാൻ നോക്കാണ്. എനിക്ക് പുതിയ ഫ്ലൈറ്റ് തന്നെ വിളിക്കണമെന്ന്. ഈ കാലിഫോർണിയയിൽ വെച്ച് കോട്ടയത്താരൻ അച്ചായൻ എനിക്കൊരു BMW തന്നെ ഗിഫ്റ്റ് ആയിട്ട് തന്നാ. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ, എന്തോ ടാക്സിന്റെ പ്രശ്നം വേണ്ടെന്ന് വെച്ചു. ശരിക്കും അച്ഛൻ ഈ ലോക്കൽ മരപ്പണിയൊക്കെ വിട്ടിട്ട് കാശ് ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ കൂടെ വാ. ചുമ്മാ ഇവിടെ കള്ളും കുടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഞാനേ നന്നായി കഷ്ടപ്പെടുന്നുണ്ടാവും നിന്റെ പെങ്ങള്, അല്ലലില്ലാതെ ഇവിടെ കഴിയുന്നത്. വെറുതെ വായിട്ടലച്ച ആളുകളെ പറ്റിക്കുന്നതിനേക്കാളും അന്തസ്സുണ്ട് എല്ല് മുറിയെ പണിയെടുത്ത് തിന്നുന്നതിന്. മനസ്സിലാവില്ല. നമ്മൾ ഈ ചെറുപ്പക്കാർ സിമ്പിളായിട്ട് പൈസ ഉണ്ടെങ്കിൽ പ്രായമുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. ബ്ലഡി ഓൾഡ് മാൻ ഇങ്ങനെ സഹിക്കണേന്ന് തല്ലി കൊല്ലാ നീളം. എന്ത് അല്ല പ്രൈസ് ദ ലോർഡ്. എന്നാ പൂലൊക്കെയാണോ സെബാൻ ഇവിടെ വന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നിനക്ക് ഓർമ്മയില്ലേ? എന്നാ ദൈവം ഇല്ലെന്ന് പറഞ്ഞ പുത്തപ്പള്ളിയിലെ കുരിശെല്ലാം കൂടെ ചെറുക്കൻ വലിച്ചു പറിച്ച് കളഞ്ഞത്. എന്നിട്ട് നാട്ടുകാരെല്ലാം കൂടെ തല്ലാരും ഓടിച്ചപ്പോ ആ കോശി അവനെ എങ്ങാണ്ട് കൊണ്ടാക്കിയതായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് നാട്ടുകാരുടെ സമ്മാനം കളയാനായിട്ട്. എന്റെ മനസ്സമാനം പോയെന്ന് പറഞ്ഞാ മതി. സ്വന്തം പെങ്ങളുടെ കാര്യം വന്നപ്പോൾ ഇപ്പം പേടിയൊക്കെ ഉണ്ടല്ലേ? എന്നെ പൊക്കിക്കൊണ്ടുവരുമ്പോ എന്റെ അപ്പന്റെയും അമ്മയുടെയും ടെൻഷനെ കുറിച്ചൊന്നും ആലോചിച്ചില്ലല്ലോ. എടി, ഞാൻ നിന്നെ പൊക്കിക്കൊണ്ട് വന്നെന്ന് കരുതി നിന്റെ പുത്ര ഏതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ച് കയറ്റിക്കൊണ്ടു വന്നാ നീ സമ്മതിക്കൂ? എന്നാ അവനെ സ്വഭാവം അറിയും. ഇച്ചായ അവള് വല്ല വിശേഷവും പറഞ്ഞതാവും. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മനസ്സിലാക്കിയ നിനക്കും നിന്റെ നാത്തൂനും കൊള്ളാം കേട്ടോ. ഒരു 2-3 തവണ ഈ പ്രാർത്ഥനയൊക്കെ വന്നതിന് ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ അടുത്ത പ്രാർത്ഥന അവിടെ നിച്ചാൻ എന്നോട് എന്നെ വെച്ചിട്ട് അല്ലേ ചേച്ചി? പറഞ്ഞാൽ തലേ കയറണ്ടേ? ഇപ്പൊ ഇത് തന്നെ എങ്ങനെയാ പിടിച്ചു വലിച്ചോണ്ട് വന്നത് എനിക്കേ അറിയത്തുള്ളൂ. ഒരു തോട്ടി എടുത്തുകൂടെടി? വേണ്ട ചേച്ചി. മൂത്തിട്ടില്ല ചേച്ചി. മൂത്തിട്ട് മതിന്നാ ഇച്ചായന് പറയുന്നത്. എന്നാടാ ഇത്? ഒരു തോക്ക് കൂടെ എടുക്കാൻ മേലായിരുന്നോ? നീ ചക്കയിടാൻ തന്നെയല്ലേ പോന്നേ? ഒരു പട്ടാളക്കാരനെ എല്ലാത്തിനും വ്യക്തമായ പ്ലാനിങ് കാണും, മനസ്സിലായോ? എന്നാ പറയാനാ, കൊച്ചിലെ ഇവിടെ മരത്തിലെല്ലാം പുല്ല് പോലെ കയറി കിടന്നത് ചെറുക്കനാ. എടി, കോശിച്ചായന്റെ വീട്ടിലാ കുട്ടിച്ചാത്തൻ പിന്നെയും വന്നു ഇച്ചായൻ പറഞ്ഞല്ലോ. സെബാന നീ കണ്ടായിരുന്നോ അവനെ? കണ്ടു, കൊറേ മിണ്ടോ ചെയ്തു. അതെ, എന്നതാ മിണ്ടിയേ? അതൊക്കെ എങ്ങനെ കൂടെ പറയാൻ പറ്റുമോ? അതെ, ഇവന്മാരെ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മള് പെണ്ണുങ്ങളെ വീഴ്ത്താനായിട്ട് ഓരോന്നും പറയും. ആദ്യം ഒരു ശല്യമായിട്ടൊക്കെ തോന്നുമെങ്കിലും പതുക്കെ പതുക്കെ നമ്മളും അതിലോട്ട് അങ്ങ് വീഴും. പിന്നെ അവരുടെ സംസാരം ഒരു ദിവസം കേട്ടില്ലെങ്കിലോ ഒന്ന് കണ്ടില്ലെങ്കിലോ ഒക്കെ നമുക്ക് വിഷമമുണ്ടാവും. പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ അവരെ കെട്ടണം എന്നാവും. അതേടി, കെട്ടിക്കഴിഞ്ഞാ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പൂവ് നമുക്ക് കിട്ടിയ പോലെ തോന്നാം. അത് സ്ഥിരമായിട്ട് നമ്മൾ തലച്ചൂടി എങ്ങനെ ഉണ്ടാവും? ആദ്യത്തെ ദിവസം നല്ല മണമൊക്കെ ഉണ്ടാവും, അടുത്ത ദിവസം വാടും, പിന്നെ ചീഞ്ഞ് നാറും. ആന്നേ നിക്കണു ചേച്ചിയുടെ ചീഞ്ഞ് പോവാ. ഈശോയെ, ചെല്ല്. ഇതാണോടി ഉദാഹരണം? കഷ്ടം. അത് ഒരു താളത്തിൽ ഞാൻ പറഞ്ഞതാ ചായ. താളമൊക്കെ കാണിച്ചു തരാം കേട്ടോ. വാടാ, നമുക്ക് ചക്കയിടാല്ലേ, ചക്ക കഴിഞ്ഞു.
അയ്യടോ അയ്യടോ. സാറ് ഡ്യൂട്ടിക്ക് പോകാറുണ്ടല്ലേ? പോകാറുണ്ട് ഗുരുക്കളെ. കൈ ശരിയാന്ന് വെച്ച് കുറച്ച് ദിവസത്തേക്ക് ആരെ ഇടിക്കാനും തൊഴിക്കാനും ഒന്നും പോകണ്ട. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ആരെ ഇടിക്കാനാ ഗുരുക്കളെ? അയ്യോ. വളരെ ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. കബഡി ഗ്രൗണ്ടിൽ ഇത്രയും വലിയ അടി നടന്നിട്ട് സാറിന്റെ എല്ല് മാത്രമല്ലേ പൊട്ടിയുള്ളൂ? ഓരോലോടും തടയും ഞങ്ങൾ, ഓരോലോടും തടയും ഞങ്ങൾ, ചീരിപ്പാച്ചിൽ തടയും ഞങ്ങൾ, ചീരിപ്പാച്ചിൽ തടയും ഞങ്ങൾ, ഓരോലോടും തടയും ഞങ്ങൾ, ഓരോലോടും തടയും ഞങ്ങൾ, ഓരോലോടും തടയും ഞങ്ങൾ. ശാന്തന്റെ അളിയനാണോ? ഓ അത് വലിയ കഥയാന്നേ. ഈ ടിപ്പറിന്റെ ചീർപ്പാച്ചല് കാരണേ ശാന്തൻ വീടിന്റെ മുന്നിൽ ഒരു വലിയ ഹമ്പ് പണിതായിരുന്നു. ഓ എന്നിട്ട് അന്ന് മുതൽ ശാന്തന്റെ വീടെത്തുമ്പോ ടിപ്പർ സ്ലോ ആകാൻ തുടങ്ങി. എന്നിട്ട് ഒരു ദിവസം ശാന്തൻ നോക്കുമ്പോ എന്നാ ലോറിയുടെ ഫ്രണ്ട് സീറ്റ് ശാന്തന്റെ പെങ്ങള്. നാട് കുട്ടിച്ചറക്കുമല്ലോ. എന്തായാലും ഒരു അടിക്കുള്ള വകുപ്പായി. ടോമിയും ടീമും കൂടി നിങ്ങള് അളിയന്മാര് തമ്മിലുള്ള പ്രശ്നം പൊതുജനങ്ങൾക്ക് ശല്യം ഞങ്ങൾ അങ്ങനല്ലേ പറയത്തുള്ളൂ. നിങ്ങൾ കോരി മുതലുള്ള ആളല്ലേ. നിങ്ങൾ പറഞ്ഞിരുന്നപ്പോഴാണ് കോരയ്ക്ക് അനുമതി കൊടുത്തത്. ഞങ്ങൾ അനുമതി കൊടുത്തെങ്കിലേ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. നിങ്ങൾ പറഞ്ഞത് വന്നപ്പോഴല്ലേ അത് എന്താ പ്രശ്നം? സാറേ ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തില്ലേ, എന്തായാലും തെറ്റുണ്ടോ? പോലീസുകാരെ സാർ പറയട്ടെ. സാറേ പറയത്തില്ലേ? എന്നാ പട്ടാളക്കാരെ സാമൂല് പറയട്ടെ. ആരനുമതി കൊടുത്താലും നശിക്കുന്നത് നമ്മുടെ നാടാന്ന് മറക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാമൂലെ. ഈ മണ്ടന്മാർക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. ആരുടെ ഇവനെ ശാന്തൻ പേരിട്ടു? എന്നാ അടിയായിരുന്നല്ലോ. കണ്ണു പോലും കാണാൻ പുഷ്പേട്ട നമ്മളെ പൂവൻകോഴിക്കനെ കുത്തനെ. ഉറപ്പായിട്ടും. പക്ഷെ ഇലക്ഷൻ കഴിയുമ്പോൾ ശാന്തൻ എന്റെ ഒരു പോളിസി എടുക്കും. അതിനെന്താ എത്ര പോളിസി എടുക്കാം. പിന്നെ ആത്മഹത്യ ചെയ്ത കാശ് കിട്ടുന്ന വല്ല പോളിസി ഉണ്ടെങ്കിൽ ആ വാഴക്കരെ കൊണ്ടുവന്നെടുപ്പിക്കണം. അവന്റെ കുടുംബത്തിനും സഹായമാവല്ലോ. ശാന്തന്റെ ശാന്തമായ സ്വഭാവം. അപ്പയും കൂട്ടുകാരും കൂടി ടെന്റിലിരിക്കുമ്പോഴാ ഈ സംഭവം. കാട്ടുനായ്ക്കൾ ഓരിയിരുന്ന ശബ്ദമൊക്കെ കേൾക്കാം. ഓ പട്ടികൾ മാത്രമേ ഉള്ളൂ, കടുവയും പുലിയൊന്നുമില്ലേ? അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അപ്പ അപ്പോഴേ തോക്കുണ്ടായിരുന്നില്ലേ? എടാ എന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. പക്ഷെ അവന്മാരവിടെ മൈനുകൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പ ഈ മൈനുകൾ എന്ന് വെച്ചാ എന്താ? എടാ ഇത് ഈ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടുന്ന ഒരു തരം ബോംബാണ്. ബോംബൊക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പൊട്ടിക്കാം. രണ്ടാളും വന്നേ, ഇതിപ്പോഴൊന്നും പൊട്ടിത്തീരില്ല. ബാക്കി ഞാൻ കിടക്കുമ്പോ പറഞ്ഞുതരാം. ഷോട്ടാക്കി പറഞ്ഞുതരാപ്പാ. നീ നടക്ക്, ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം കേട്ടോ. നടക്കട അങ്ങോട്ട്. അവൻ ഉറങ്ങിയോ? അതെ വലിയ ചെറുക്കനായി. അവന് കൂടെ കളിക്കാൻ ഒരാളും കൂടെ വേണമെന്ന് താല്പര്യമുണ്ട് കേട്ടോ. അവനങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ? എന്നിട്ട് ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. താല്പര്യം എനിക്കാണെങ്കിലോ? അപ്പൊ ഒരാൾ കൂടി വേണം അല്ലേ? അതിനിങ്ങനെ കട്ടിലിരുന്നാൽ മാത്രം മതിയോ? ഇവൻ നാട്ടുകാർക്ക് സ്വയം തരില്ലാന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുവാണോ? നാളെ ഞാൻ ആ കോശായനൊന്ന് കാണട്ടെ. മനസമാധാനം താടാ.
ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞോളെ. കേൾക്കേണ്ട സമയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താനെ എന്റെ ഭവനത്തിൽ നിന്ന് കടന്നു പോ മോളെ. റാമുവിനെ വിളി മോളെ. കാര്യം ഞാനൊരു പട്ടാളക്കാരനാണ്. എൻ്റെ മുമ്പിൽ ജാതി മതമൊന്നുമില്ല, എല്ലാവരും മനുഷ്യരാണ്. പക്ഷേ ഈ നാറി എങ്ങനെ അവൾ അടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ട് കാര്യമില്ല. ഇച്ചായം പേടിക്കണ്ട, എനിക്ക് അവളെ അറിയാം. അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇച്ചായ, അന്ന ചേച്ചി, ഇച്ചായ, എന്നാടി എന്നാ പറ്റി? ഇച്ചായ ചാച്ചിന് തീരെ സുഖമല്ലോന്ന് വേഗം വരുമോ? യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം എന്നും എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം എന്നും നിർത്തിക്കേ. യഹോവയ്ക്ക് കോശേ വന്നേ, സ്തോത്രം. ഹോസ്പിറ്റലിലോട്ട്. എന്തേ കാണിക്കണേ? പ്രാർത്ഥനയിലൊന്നും കണ്ടില്ലേ? കോശിച്ചാന്റെ ദൈവകൃപ കൊണ്ട് എല്ലാം സൗഖ്യം പ്രാപിക്കും. പഠിക്കോ? എന്നും എന്നും സ്തോത്രം, എന്നും എന്നും സ്തോത്രം, എന്നും എന്നും സ്തോത്രം എന്നും എന്നേക്കും. യഹോവയ്ക്ക് സ്തോത്രം, യഹോവയ്ക്ക് സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ഒന്നങ്ങോട്ട് ഒരു കാര്യം. സ്തോത്രം എന്നും എന്നേക്കും. അത് നിങ്ങൾ പഠിക്കോ? ദൈവത്തിനു സ്തോത്രം, ദൈവത്തിന് എന്താ മതി മതി മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ മാറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. ഓക്കെ അല്ലേ? ഇല്ലേ? ഓക്കെ. കോച്ചായ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പിടി. വാ. ഒന്ന് പിടിച്ച്. പതുക്കെ. അയ്യോ. 6 അരമണിക്കൂർ കഴിഞ്ഞ് BP ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൈ BP ആയിരുന്നു, ഇപ്പൊ കൊണ്ടുവന്നത് നന്നായി. ഓ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അന്തിക്രിസ്തു നിൽക്കുന്നു, അന്തിക്രിസ്തു. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ പൂവൻകോഴി അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ഒറ്റ വോട്ടർമാരെ പോലും വിടുന്ന പ്രശ്നമില്ല. വോട്ടെണ്ണി കഴിയുമ്പോഴേ എന്തായാലും ഈ പഞ്ചായത്തിൽ പൂവൻകോഴി പോകുമെന്ന് അപേക്ഷിക്കുകയാണ്. ഓ, നമ്മുടെ പോസ്റ്ററുകൾ കൂടുതൽ അവന്റെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചേക്കും. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണേ. അത് പോട്ടെ. പിന്നെ ഇലക്ഷൻ മുമ്പ് ബഷീർ നാട്ടിൽ വരുന്ന ഉറപ്പല്ലേ? അങ്ങനെയാണ് അവൻ പറഞ്ഞത്. എന്നാലേ ഒരു 6 നാരങ്ങ സോഡ. നമസ്തേ മാഷേ. നമസ്കാരം. ആ ബൈറ്റിയെ തുടങ്ങാം. ഒരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയുമായി നമുക്കെപ്പോഴും സമ്പർക്കമുണ്ടാവണം. ഉണ്ട്, സമ്പർക്കമുണ്ട്. 1-2 ഹിന്ദി പണിക്കാരോടെ അത്യാവശ്യം സമ്പർക്കമുണ്ട്. ആ സമ്പർക്കം അത്ര ശരിയാവാത്തതുകൊണ്ടാ ഹിന്ദി തന്നെ പഠിക്കാൻ വന്നേ. ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഹിന്ദി. ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അക്ഷരമാല മുതൽ പഠിച്ചേ പറ്റൂ. ഒരു ഭാഷയിലെ എല്ലാ അക്ഷരങ്ങളും ക്രമമായി അടുക്കിയ പട്ടികയാണ് അക്ഷരമാല. പൊതുവേ ഭാഷ ഉത്ഭവിച്ച് വളരെ കാലത്തിന് ശേഷമാണ് അക്ഷരമാല ക്രമീകരിക്കപ്പെടുക. ബിരിയാണി തിന്നുന്നതിന് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു തുടങ്ങണോ സാറേ? എന്റെ പണിക്കാരോട് അത്യാവശ്യം ഹിന്ദി പറയണം. അവർ പറയുന്ന തെറി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. നമ്മുടെ പൈലി സാറിന്റെ ഹിന്ദി ക്ലാസ് നടക്കുക. കോശിജാനും പഠിക്കാൻ വരുന്നുണ്ട് ഹിന്ദി. ശരിയാ, അയാള് ഹിന്ദി പഠിക്കേണ്ടത് ഈ നാടിന് അത്യാവശ്യം. എന്നാ പുലിവാലാണ് ഉണ്ടാക്കി വെച്ചെന്ന്. അതേന്നേ, ഇച്ചിരി താമസിച്ചിരുന്നെങ്കിൽ ആ സാമൂഹ്യ 16 അടിയന്തര പരിപാടികൾ നടത്തിയാണ്. അയാളുടെ ഒരു കിണ്ടി അല്ല. പിന്നെ നിങ്ങൾ എല്ലാരും ഹിന്ദി പഠിക്കും. ഞാൻ MB ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാരും അങ്ങ് ഡൽഹിയിലായിരിക്കും. ഉപ്പിട്ട നല്ല ഗ്യാസുള്ള സോഡ. കോശിച്ചായോ, ചിഹ്നം മറക്കണ്ട, പൂവൻകോഴി. നമുക്ക് വാരിക്കൂട് ഭാഗത്തേക്ക് പോവാം. അവിടെ കോടായി ഉണ്ട്. ഓ, അതിന് വലിയ മൂർച്ചയൊന്നുമില്ല. കപ്പയും ബീഫും കിട്ടും.
ഇന്ന് രാത്രി പരിപാടി വല്ലതും ഉണ്ടോ? രാത്രി പരിപാടിയൊക്കെ അങ്ങ് നിർത്തി. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എന്താ സമീറെ 4 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദിവസം എത്രയായി? मैंने कॉल किया था ആരോട്? निंगलोड नानी मर गया तो पारन्यू कोसी चाय नो ആര് മർഗയാന്ന്? नानी നാനി മർഗയാന്ന് പറഞ്ഞ വല്യമ്മച്ചി മരിച്ചു എന്നാണ് അർത്ഥം. ആന്ന് വേണ്ടി വരുന്നു. ഇല്ലല്ല എന്നാ വിഷയം? ആ ഒളിച്ചു തുടങ്ങി. ഈ ബാങ്ക് ലോണിന്റെ വിഷയം എടുത്തിട്ടപ്പോഴേ അവന്റെ പത്തി താനെ ഓടിച്ചങ്ങ് താഴെ വീണു. എന്റെ സാറേ, നിങ്ങൾ ഈ കോൺട്രാക്ട് വർക്കൊക്കെ നിർത്തി ഈ രാഷ്ട്രീയത്തിലേക്കൊന്ന് ഇറങ്ങുന്നു. അമ്മാതിരി പണിയല്ലേ കിടന്ന് ഈ പണിയുന്നത്. അവന്റെ ഒരു സ്റ്റേ മേടിക്കൽ കണ്ണിലെ കരടിനെ നൈസായിട്ടല്ലേ എടുത്ത് കളഞ്ഞത്. കോൺട്രാക്ടറെ, നമ്മളെ കാര്യമൊന്നും മറക്കല്ലേ. വേഗം പൊളിക്കടേ. ഗുണമുള്ള രീതിയിൽ നിന്നോട് വന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ല. ആ ഒരു വീടല്ലേ പോയുള്ളൂ. നാളെ മുതൽ പാറ പൊട്ടിക്കാനുള്ള ഒരു തൊഴിലവസരവും കൂടെ ആയല്ലോ. സ്വന്തം വീട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് സുരേന്ദ്രന് ഇപ്പം ഇങ്ങനെ ഒരു വാശിയൊക്കെ തോന്നണത്. അല്ലാതെ ഇക്കാണുന്ന ക്വാറികളും വയൽ നികത്തിലും എല്ലാം നമ്മുടെ പരിസ്ഥിതിക്ക് അങ്ങനെ ആഘാതം വരുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും അവർക്കെതിരെ പോരാടാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ, അത് തന്നെ സന്തോഷം. പക്ഷെ സൂക്ഷിക്കണം. പണവും അധികാരവും ഒത്തുചേർന്ന ഒരു വലിയ കോക്കസാണത്. ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടം. ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിരിക്കണം. അനധികൃതമായിട്ട് അനുമതി കിട്ടിയതാണെങ്കിൽ കൂടി അത് റദ്ദ് ചെയ്തെടുക്കുവാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരീരം കൊണ്ട് എനിക്ക് സുരേന്ദ്രനെ സഹായിക്കാൻ കഴിയില്ല, പക്ഷെ മറ്റു പല വിധത്തിലും കഴിയും. സമാന ചിന്താഗതിയുള്ള കുറച്ച് ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. ധൈര്യമായിട്ട് പോ. ഈ വെള്ളക്കാരൻ എന്നോടാ രാവിലെ മുക്കി പിടിച്ചിട്ട് പോകുന്നത്? രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പോക്കണ്ടില്ലേ, ഇപ്പൊ മല മറിക്കും. ശാന്തനും കൂട്ടൊരു റോഡ് ബ്ലോക്ക് ആക്കണുണ്ടല്ലോ. എലക്ഷൻ അടുക്കുമ്പോൾ ഓരോ സർക്കസ് അല്ലേ, ഇതും കാണിക്കും അപ്പുറവും കാണിക്കും. ഇതിവിടെ ആവശ്യ അമ്മാതിരി പോക്കല്ലേ ഇവന്മാര് പോണതെന്ന്. എന്നിട്ട് അവന്മാരുടെ കണ്ണും തല്ലിയുള്ള നിപ്പ് കണ്ടോ? അവന്മാര് മരത്തിൽ കാണുമ്പോ നമ്മള് മാനത്ത് കാണും. ആദ്യമായിട്ടൊരു ഉപകാരം മണ്ടന്മാര് റോഡിൽ വേരിയിട്ടിച്ചു. തങ്കപ്പെട്ടോ, എന്താ ശാന്ത ആ വെച്ചതേ വണ്ടിയുടെ സ്പീഡ് കുറക്കാനുള്ള വേറെ ഒരു ബോർഡല്ല. കൈക്കൂലി വാങ്ങി നാട് മുഴുവൻ കോറികൾക്ക് അനുമതി കൊടുത്തവർക്കുള്ള
പ്രതീകാത്മകമായ ഒരു തടയാണ്. എന്താ വേലു? സമരത്തെ മുന്നോട്ട് നയിക്കാനുള്ള വെളിച്ചവുമായി വന്നതാണ്. അരട്ടത്തേക്ക് നീങ്ങുന്നു. നോട്ടില്ലേ? സംഗതി ക്ലീശയാണെങ്കിലും പല ഐതിഹാസിക സമരം വിജയിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ടോർച്ച് ഭരണസാക്ഷി സമ്മതിക്കുന്നില്ല. പക്ഷേ പാർട്ടി വളരെ അനുസരിക്കുകയാണ്. യഥാർത്ഥ പാർട്ടി പ്രവർത്തനം കാണുമ്പോൾ പഴം പുഴുങ്ങാമായിരുന്നു കേട്ടോ. പച്ചപ്പഴം വെറുമായിട്ട് ദഹിക്കത്തില്ല. പച്ചപ്പഴം നല്ലത്. വിട്ടോ 2 ദിവസം കിടക്കാനുള്ളല്ലേ. ഇവനെന്താ ലോട്ടറി അടിച്ചോ? എന്തിനാ എങ്ങനെ ഓടുന്നേ? എന്നടാ എന്താടാ ജമാൽ എന്തോ ഒപ്പിച്ചിട്ട് തോന്നുട്ടോ. നമ്മള് ജയിച്ചു കാണിക്കല്ലേ? എന്നതാ കേട്ടുന്ന പഴമല്ലേ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വീട്ടിലെ കോഴി തന്നെ ഉമ്മറത്ത് തൂറിയ പോലെ ആയി. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചോ? നീ ആ ജേക്കബിനൊന്ന് വിളിച്ചേ. അതൊക്കെ എൻ്റെ ഓരോ യാത്രാപ്രാന്തുകൾ. സമലിരിക്കും. സാറൊന്നും പറഞ്ഞില്ല. ഈ അപകടത്തിൻ്റെ കാരണം തന്നെ ഇവിടുത്തെ എൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം തന്നെയാണ്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. പക്ഷെ നിങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടാവണം. ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരനോ ഒരു തെറ്റ് ചെയ്താൽ ജനങ്ങൾ ചോദിക്കുന്നുള്ള ഒരു ഭയം അവർക്കുണ്ടാവണം. എങ്കിലും നാട് നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ കുറച്ചും കൂടി പ്രോപ്പറായി ചെയ്യാൻ കഴിയും. നമ്മുടെ നാട്ടുകാരുടെ കയ്യിലും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റർ സാം. അവർ കറപ്ഷനെതിരെ ഘോര പ്രസംഗിക്കുകയും അവരുടെ കാര്യങ്ങൾ നടക്കാനായി കൈക്കൂലി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആരുടെ ഭാഗത്തെ മിസ്റ്റേക്ക്? അപ്പം സാറിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാമൽ. ചെറുതോണിയിലെ റോഡ് നിർമ്മാണത്തിലെ കറപ്ഷൻ അല്ലേ? അതെ സാർ. എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സാറേ, പോയത് എൻ്റെ ജീവനാണ്. ഞാൻ നോക്കാമെന്നുള്ളൊരു ഒഴുക്കൻ മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ജനകീയനായ ഒരു കളക്ടറിന് മുമ്പിൽ ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സാറ് പറഞ്ഞത് സാധാരണക്കാർ ചോദിക്കാത്തതാണ് കുഴപ്പമൊന്നാണ്. സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്. ഒപ്പം ഈ നാട് കാക്കുന്ന ഒരു പട്ടാളക്കാരനും കൂടിയാണ്. ഞങ്ങൾ പട്ടാളക്കാർ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ സ്വന്തം ജീവൻ ഞങ്ങൾ നോക്കാറില്ല. എത്ര ദിവസം ഇതിന്റെ പുറകെ നടക്കണത്? ഇന്നും കൂടി നോക്കാം. ദിവസം പണി കളഞ്ഞ നടക്കണത്. ഇതുണ്ട്, പേപ്പർ എല്ലാം റെഡിയാണ്. ഇനി എന്താണ് ഇതേപോലെ താമസം വന്നത്? 2 ദിവസമായില്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് സാങ്ഷൻ ആവും. ഓ സാറേ, ചായ എത്തി. ചൂടുള്ളത്. ഇവര് ഈ ചായയൊക്കെ കുടിച്ചിട്ട് ഇനി എപ്പോ വരാനാണ്? എണ്ണയാണല്ലോടോ. ആ പരാതി എടുത്ത് അങ്ങ് തുടക്കി സാറേ. അല്ലാതെ എന്തിനാണിപ്പത്? സാറേ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, ചായതാ. കടി വേണ്ട.
ആ ശരി, നോക്കട്ടെ. സാറേ ഒന്ന് വരുമോ? ഉണ്ടോ? ഇപ്പോഴെങ്ങാനും ഇറങ്ങുമോ സാറേ? നിങ്ങളിങ്ങനെ തിരക്കൂട്ടിയാലെങ്ങനെ? ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായ സമയമൊക്കെ ഉണ്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം സാറേ. ഞങ്ങൾ റെഡിയാക്കാം, ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യും. എത്ര സ്ക്വയർ ഫീറ്റാ? 1200. 2500 കൊടുത്തേക്ക്. 2500 അവരുടേത് മാത്രാണേ. ഓ, അവരുടെ മാത്രമാണ്. ഇയാൾക്കും കൊടുക്കണം. എന്ത് പറയാനാ? അരിയേഴ്സും ടി എക്ക് 2 വർഷമായിട്ട് സ്റ്റക്കാ. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നത്. അതേ റേഷ്യോ തന്നെ നമ്മളെ ഒന്ന് കണക്കാക്കിയ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല. സാറിനൊന്ന് കാണാൻ. ഓ ആയിക്കോട്ടെ സാർ. എന്താ താൻ സമയം കളയാതെ കാര്യം പറ, എനിക്കൊരു പണിയുണ്ട്. അതാ സാമൂല, താൻ പറ. ഇല്ലില്ല, സമരം പൊളിഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞോ. ഇല്ലില്ല, അതൊന്നും കുഴപ്പമില്ല. പഞ്ചായത്ത് ഓഫീസിൽ ബോംബ് വെച്ചിട്ട് എഞ്ചിനീയറെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. കിടക്കുന്ന ബോംബ്, അതും ഇന്ന് നാട്ടില്. നേരാണോടാ? സത്യാണ് സാറേ, ഒരു ബാഗ് നിറച്ച് ബോംബാ. വെറുതെ സമയം എടുക്കെടുത്താ നീ വിവരം കേട്ടോടാ. സാറേ അതെ, താൻ പോയി ഒന്ന് അന്വേഷിക്ക്. ഞാനോ? എന്തിനാ പേടിക്കുന്നേ? ചെല്ല്. വാ സാറേ. അയാളെ വിളിയിൽ എന്തോ പന്തികേടുണ്ടല്ലോ സാറേ. നോക്കാം. ആരുമില്ലേ? വാതിലൊക്കെ കടന്നു നടക്കുന്നുണ്ടല്ലോ. ജീപ്പില്ല സാറേ? ഉണ്ടായിരുന്നു, പറഞ്ഞ സൈ കൊണ്ടുപോയി. സൈക്കിൾ പോണ അകത്ത് ശബ്ദമൊന്നും ശരിയായിരിക്കും. അതിലൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണോ? അത് കണ്ടോ? നീ എന്താടാ ഓലപ്പടക്കം അടിച്ച് പേടിപ്പിക്കുന്നോടാ? ചുട്ടോളം കൊല്ലം. ബെറ്റിലുണ്ടോ? അത് ബോംബുണ്ടെന്ന്. ഹലോ, സാറേ ക്ലീറ്റസാ വിളിച്ചത്. സംഭവം നേരാ.